أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അള്ളാഹുവിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ഇബാദത്തിന് ശേഷം നാം നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തിനായിരുന്നു ഒരു മാസക്കാലം വളരെ പാടുപെട്ട് രോഗം പോലും അവഗണിച്ച് വളരെ പ്രയാസപ്പെട്ട് ദാഹവും വിശപ്പും ചൂടും മറ്റു പ്രയാസങ്ങളുമൊക്കെ സഹിച്ചാണ് നാം നോമ്പനുഷ്ഠിച്ചത്. ഇപ്പോൾ നോമ്പ് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നോമ്പിൻ്റെ മുമ്പുള്ള അതേ അവസ്ഥയിൽ തന്നെയാണോ നാം ഉള്ളത്, അതോ നോമ്പ് കൊണ്ട് നാം നേടിയെടുത്ത നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഒരു വിശകലനം നടത്താൻ, ഒരു സെൽഫ് സ്റ്റഡി നടത്താൻ പറ്റിയ സമയമാണിത്. പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ച ഒരു സത്യവിശ്വാസി അവൻ്റെ അമലുകൾ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ എന്നറിയാൻ പറ്റിയ ഒരു മാർഗമാണ് അൽ ഇസ്തിംറാർ ഫീ ത്വാഅത്തില്ലാഹ്. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നതിൽ അവൻ്റെ കൽപ്പനകൾ ശിരസ വഹിക്കുന്നതിൽ ഒരു വിശ്വാസി സുസ്ഥിരമായി നിൽക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നത്. ഒരുപാട് നല്ല ശീലങ്ങളാണ് നമ്മൾ നേടിയെടുത്തത്. നമ്മെ തന്നെ മാറ്റാൻ നമുക്ക് കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓൻ്റെ സ്വഭാവം മാറ്റാൻ ആർക്കും കഴിയൂല എന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ നിന്ന് മാറി. അല്ല, അവൻ ആളാകെ മാറിയിട്ടുണ്ട്. നോമ്പായപ്പോൾ അവനവൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കൽബിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
ആധുനിക കാലത്ത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആ വിരൽ തുമ്പിനെപ്പോലും, കാരണം അവിടുന്നാണല്ലോ നമ്മളെ നന്മയും തിന്മയൊക്കെ തോണ്ടിയിട്ടും മാന്തിയിട്ടും എടുക്കുന്നതും വിടുന്നതും ഫോർവേഡ് ചെയ്യണതൊക്കെ. അതൊക്കെ നമ്മളിങ്ങനെ വല്ലാതെ ആളുകളൊക്കെ ചിലപ്പോൾ വല്ലാതെ ദേഷ്യപ്പെട്ട് ചോദിക്കലുണ്ട്, അല്ല നോമ്പായിട്ട് ഇപ്പം ഇതൊന്നും നോക്കലില്ലേ, എന്താണ് എത്ര കാലമായി ഇത് വിട്ടിട്ട്, തീരെ നോക്കിയിട്ടില്ലേ? ഇല്ല, അതിന് തന്നെ ആയിരുന്നില്ല നോമ്പ് കാലത്ത്. നമുക്ക് ആ ടൈമിങ് വളരെ പ്രധാനമായിരുന്നു. ഒരു മനുഷ്യ ജീവിതത്തിൽ ഈ സമയ നിയന്ത്രണം എന്നത് വലിയൊരു ഘടകമാണ്. 5 നേരത്തെ നിസ്കാരം അതിന് പറ്റിയ പാകത്തിലാണ് വെച്ചിട്ടുള്ളത്. അവൻ അമിതമായി കിടന്നുറങ്ങാൻ പാടില്ല. അവൻ ആ കൃത്യസമയത്ത് ഉണർന്നിരിക്കണം. ഉറങ്ങാനൊരു ടൈമുണ്ട്, ആ സമയത്ത് ഉറങ്ങും വേണം. ഒക്കെ ഇസ്ലാമിൻ്റെ ആരാധനാകർമ്മങ്ങൾ പഠിപ്പിച്ച ചില എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടാകാം. എന്നാൽ പൊതുവെ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. ഉറങ്ങി തൂങ്ങിയുള്ള നിസ്കാരമില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തി. കാരണം എന്താണ് പറയണതെന്ന് അറിയാതെ ഒരാളിങ്ങനെ പാതി ഉറക്കത്തിലിങ്ങനെ ഉറക്കം തൂങ്ങിയിട്ട് നിസ്കരിക്കാൻ, ആ നിസ്കാരം കൊണ്ട് എന്ത് കാര്യം? ആ ഖുർആൻ പാരായണം കൊണ്ട് എന്ത് കാര്യം? അവിടെ ഒരു തദബ്ബുർ ഉണ്ടാകണില്ല. തീരെ അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്യുന്നത് പോലെ തന്നെ പലപ്പോഴും ഇഫക്റ്റീവ് അല്ല ആ ഉറക്കം തൂങ്ങിയിട്ടുള്ള ഖുർആൻ പാരായണം. അതിൻ്റെ അർത്ഥം ഗ്രഹിക്കണം, അതിൻ്റെ ആയത്തുകൾ തദബ്ബുർ ചെയ്യണം, അതിൻ്റെ ആശയം മനസ്സിലേക്ക് ഇറങ്ങണം, അത് ജീവിതത്തെ പരിവർത്തിപ്പിക്കണം. അങ്ങനെയാണല്ലോ ഖുർആൻ ചെയ്തത്. അതാണല്ലോ നമ്മുടെ ചരിത്രം. അതിനു വേണ്ടിയാണ് ഖുർആൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന വേദഗ്രന്ഥം എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്നതനുസരിച്ച് വിശുദ്ധ ഖുർആനാണ്. അതിനുള്ള കാരണം ഇതാണ്. അത് കേവലം ഒരു വായനയല്ല. ശരി, നമസ്കാരവും അങ്ങനെ തന്നെ. അപ്പൊ ജീവിതത്തിൽ ആ ടൈം ടേബിൾ വളരെ പ്രധാന. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത. അതുകൊണ്ടാണ് അതിൽ ഖളാഇന് സ്ഥാനമില്ലാത്തത്. നമ്മൾ അതാത് ഖളാഇ എന്നൊക്കെ പറഞ്ഞിട്ട് ദീനിൽ വിവരമില്ലാത്ത ആളുകൾ എന്ത് ചെയ്തു? അതിനെ ഇഷ്ടം പോലെ ഖളാ ആക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി. ഒരു വീട്ടിൽ ചെന്നപ്പോ കലണ്ടറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ബന്ധു വീട്ടിൽ ചെന്നപ്പോ പിന്നെ അസർ 5, ളുഹ്ർ 8 എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താന്ന് പിടുത്തം കിട്ടാതായപ്പോ ഞാൻ അവിടുത്തെ ഒരാളിനോട് ചോദിച്ചു, ഇതെന്താണ് ഈ അസർ 5 കലണ്ടറിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുക? അപ്പോ ആ മുതിർന്ന ആളതിന് മറുപടി പറഞ്ഞില്ല. കാരണം അതത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം. ഏതായാലും ഞാൻ ഒരു 8 or 10 വയസ്സായ കുട്ടിയോട് ചോദിച്ചു, ഇതെന്താ മോനേന്ന്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, അമ്മായി പ്രസവിക്കാൻ ഹോസ്പിറ്റലിലായിരുന്നു, ഉമ്മ ഹോസ്പിറ്റലിൽ നിന്നിരുന്നു. അപ്പൊ നിസ്കരിക്കാൻ ബാക്കിയുള്ള നിസ്കാരാണ് ഇനി എത്ര അസർ നിസ്കരിക്കാണ്ട്? 5 അസർ നിസ്കരിക്കാൻ ബാക്കിയുണ്ട്. പീടിയിലെ പറ്റ് തീർക്കണ മാതിരി. എത്ര തരാണ്ടാവും കഴിഞ്ഞ മാസം? നായിക്കത് അത്ര പിടിച്ചോളി. അതേമാതിരി ഇനി എത്ര അസർ ബാക്കിയുണ്ടാവും? ഒരു 5 അസറും കൂടെ ഇവിടെ കിട്ടാണ്ട്. ശരി, പഠിച്ചവനേറ്റ് കണക്ക് പറയാണ്. ഒരു അസർ നിസ്കരിക്കുമ്പോൾ 2 അസറും കൂടെ സൗകര്യം ഉണ്ടാണ് നിസ്കരിക്കുക. ഇത് ഏതെങ്കിലും ഒരു വിവരമില്ലാത്ത സ്ത്രീയുടെ ഒരു വങ്കത്വമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടില്ല. തലപ്പാവ് ധരിച്ച ആലിമീങ്ങളുടെ ചില പിന്നെ എന്താ പറയാ ജഹാലത്ത് ഇതിന് കൂട്ടുണ്ട്. അത് അങ്ങനെയാണ് നിസ്കരിച്ചാൽ മതി. അങ്ങനെയല്ലല്ലോ ഇസ്ലാം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ യുദ്ധക്കളത്തിൽ നിങ്ങളിപ്പോൾ നിസ്കരിക്കല്ല വേണ്ടത്, തടി കാക്കുകയാണ് വേണ്ടത് എന്നല്ലേ പറയണ്ടത്? അതല്ലല്ലോ പറഞ്ഞ. ആ യുദ്ധക്കളത്തിൽ വെച്ച് നിസ്കരിക്കേണ്ട നിസ്കാരം ഖുർആൻ പഠിപ്പിച്ചു. സ്വലാത്തുൽ ഖൗഫ്. അവിടെ കിബില പോലും പ്രശ്നമല്ല, കിബിലക്ക് നോക്കിയിട്ടുമല്ല. കാരണം കിബിലക്ക് നോക്കി നിസ്കരിച്ചാൽ നിന്നാൽ അത് ശത്രുവിന് ചിലപ്പോൾ വളായി മാറും, അവൻ അവന്റെ പണിയെടുക്കും. അതുകൊണ്ട് 2 ഗ്രൂപ്പായിട്ട് വേണം നിസ്കരിക്കാൻ. ഒരു കൂട്ടർ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കാത്ത ഒരു ആയുധമേന്തിയിട്ട് ആ ശത്രുവിനെ കാത്തു നിന്നോളണം. ആ ശത്രുവിനെ അഭിമുഖീകരിച്ചു വേണം നിസ്കരിക്കാൻ. അവിടെ കിബിലയല്ല പ്രശ്നം. ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജില് ശത്രുവിന്റെ വാൾത്തുമ്പിൽ തൂങ്ങി നിൽക്കുന്ന സമയത്ത് പോലും ഒരു നിസ്കാരം എന്തിന് ഇസ്ലാം പഠിപ്പിച്ചു?
നിങ്ങൾ സൗകര്യം പോലെ നിസ്കരിച്ച് വീട്ടിയാൽ മതി എന്നല്ല പറഞ്ഞത്. ഇത് നമുക്കൊരു പാഠമാകണം. ശരി, നമ്മൾ സമയത്തിന് നിസ്കരിക്കാനാണ് പഠിച്ചത്. ആ സമയ ക്ലിപ്തത ജീവിതത്തിൽ വരുത്താനാണ് നമ്മൾ ശീലിച്ചത്. റമദാനില് അവിടെ ആ ഭക്ഷണം കഴിക്കുന്നതിനൊരു ടൈമുണ്ട്, നോമ്പ് തുറക്കുന്ന ടൈം. അതിന്റെ മുമ്പ് ആ സമയമാകാതെ അര മിനിറ്റ് മുമ്പ് പോലും തുറക്കാൻ പറ്റൂല. ആ സമയമായെന്ന് ഉറപ്പ് വന്നാൽ പിന്നെ പെട്ടെന്ന് തുറന്നോളണം. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാം ഒരു ടൈം ടേബിൾ അനുസരിച്ചായിരുന്നു. അപ്പോഴാണ് ഒരു വിശ്വാസിയായി മാറുന്നത്. وأدب النفس واكمل من فضائلها فأنت بالنفس لا بالجسم إنسان. കവിതാശകലം ശ്രദ്ധേയമാണ്. നമ്മളെങ്ങനെയാണ് ശരിയായ വിശ്വാസിയായത്, എങ്ങനെയാണ് മനുഷ്യനായി മാറിയത്? നമ്മളുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചു. അതിൻ്റെ A to Z വരെ അതിന് ഒരു നിയന്ത്രണമുണ്ടായിരുന്നു. ആ കൽബിനനുസരിച്ച്, ആ മനസ്സിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് നമ്മൾ എല്ലാം നന്നാക്കി തീർത്തു. അല്ലാതെ ഒരു നാൽക്കാലിയെ പോലെയല്ല. നമുക്ക് തഖ്വയുണ്ടായത് അങ്ങനെയാണ്. ഞാനൊരു വിശ്വാസിയാണ്, എന്നോട് റബ്ബ് കൽപ്പിച്ചത് ഇതാണ്, അതുകൊണ്ട് ഞാൻ അവനനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ നോമ്പ് വെറും പട്ടിണിയായി മാറും. നമുക്കൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോ യജ്അൽ ലക്കും ഫുർഖാന, അല്ലാഹുവേ നിങ്ങൾ ശരിയായ രൂപത്തിൽ തഖ്വയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ യജ്അൽ ലക്കും ഫുർഖാന, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു സത്യാസത്യ വിവേചനം അല്ലാഹു നൽകി അനുഗ്രഹിക്കും. നമുക്കൊരു വിവേചനം ഉണ്ടായിരുന്നു. പറയുമ്പോ, കാണുമ്പോ, നോക്കുമ്പോ, കേൾക്കുമ്പോ, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാനതിപ്പോ ചെയ്യണോ, എനിക്ക് നോമ്പല്ലേ, ഞാനൊരു നോമ്പുകാരനാണ്, ഞാനെങ്ങനെ അത് കാണും, ഞാനെങ്ങനെ അത് പറയും, ഞാനെങ്ങനെ ആ ഏഷണിയും ഗീബത്തും നമീമത്തുമൊക്കെ എൻ്റെ ചെവി കൊണ്ട് കേൾക്കും. എന്തൊരു നിയന്ത്രണം നമുക്ക് മാറാൻ പറ്റി. ഇനി അല്ലാഹ് സ്വീകരിച്ചോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ മാറ്റം നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ കഴിയണം. നോമ്പിന് വേണ്ടിയാകരുത്. അറബിയിൽ ഒരു ആപ്തവാക്യമുണ്ട്, കുൻ റബ്ബാനിയൻ വലാത്ത കുൻ റമളാനിയൻ. നീ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, റബ്ബിന്റെ കൽപ്പനകൾ ശിരസ വഹിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നീ മാറേണ്ടത്. വലാത്ത കുൻ റമളാനിയൻ. നീ എന്താകരുത്, വെറും ഒരു റമളാൻ കാലത്ത് മാത്രം, റമളാനിനെ മാത്രം ആദരിക്കുക, റമളാനിൽ നിസ്കരിക്കുക, റമളാനിൽ ജമാഅത്ത്, ആ രൂപത്തിൽ നീ ആകാൻ പാടില്ല. വലാത്ത കുൻ റമളാനിയൻ. നല്ലൊരു ശതമാനം ആളുകൾ സത്യം പറഞ്ഞ ഈ അവസാനം പറഞ്ഞ കോലത്തെയാ, റമളാനിയാണ്. അതുകൊണ്ട് അവര് റമളാൻ കഴിഞ്ഞപ്പോ പള്ളി കാണാനില്ല. ഇനി അവനെ കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത റമളാൻ വരണം. ഇങ്ങനെ എവിടുന്നോ പൊങ്ങി ഇങ്ങനെ വരും. അപ്പോൾ അതിനൊരു നിർബന്ധമുണ്ട്, ആ അവല് സ്വപ്പ് തന്നെ കിട്ടണമെന്ന്. അക്കോലത്തിലാകരുത് നമ്മൾ. അവല് സ്വപ്പിന് വലിയ പ്രാധാന്യമുണ്ട്, അത് എപ്പോഴും ഉണ്ട്. അത് ഒരിക്കലും നമ്മൾ കളഞ്ഞു കുളിക്കാൻ പാടില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതനുസരിച്ച് ആ ഒന്നാമത്തെ സ്വപ്പിനുള്ള പ്രാധാന്യം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യൂല, അത് കളയില്ല. ബാങ്ക് കൊടുക്കണീനുള്ള പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കൂല. അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ. ഇവിടെ നമ്മളെ മുസ്ലിം ഉമ്മത്ത് എവിടെ? ബാങ്ക് കൊടുക്കണ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ചോദിച്ചു വാങ്ങും. പ്രവാചകൻ പറഞ്ഞത് അവിടെ ഒരു നറുക്കിടേണ്ടി വരും, ആ തർക്കം തീർക്കേണ്ടി വരും. തർക്കം തീർക്കാൻ അങ്ങനെ നറുക്കിട്ടിട്ട് തീരുമാനിക്കേണ്ട അവസ്ഥ വരുമായിരുന്നു. നമ്മളാരും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതുകൊണ്ട് ഇവിടെ അതിന്റെ പേരിലൊരു തിരക്കില്ല, ഒരു നറുക്കിടേണ്ടിയും വരുന്നില്ല, മധ്യസ്ഥം വഹിക്കേണ്ടിയും വരുന്നില്ല. അതങ്ങനെ കൊടുക്കണോ കൊടുത്തോട്ടെ, എന്നപ്പം അതിന് കാക്കണ്ടെന്നുള്ളിടത്താണ് മുസ്ലിം ഉമ്മത്ത് മൊത്തം ഉള്ളത്. ഒന്നാമത്തെ സ്വഫിന് തിരക്കില്ല, ചിലപ്പോൾ തിരക്കുണ്ടാകും. എവിടെയെന്നറിയോ? അവസാനത്തെ സ്വഫിന്. കാരണം അവസാനത്തെ സ്വപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ അടുത്താണ് ചോരുള്ളത്. ആ ചുമരും ചാരി ഇരിക്കാൻ
അവിടെ ഒരു തിരക്ക്. അത് നമ്മൾ ഇരുന്നിരുന്ന സ്ഥലമാണല്ലോ, എങ്ങനെ ഇപ്പം ഇവിടെ കയറിക്കൂടി ഒന്നങ്ങോട്ട് നീക്കാന്ന് പറഞ്ഞാൽ അവിടെ ചെറിയൊരു തിരക്ക് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഒന്നാമത്തെ സൊഫിലല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനവും നമ്മളെ ജീവിതവും തമ്മിലുള്ള അന്തരം അവിടുന്ന് നമുക്ക് പിടുത്തം കിട്ടും. നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ റവാത്തിബ് സുന്നത്ത് അതിൻ്റെ മുന്നിലും പിന്നിലും, മുന്നിൽ നിസ്കരിക്കണമെങ്കിൽ നമ്മൾ ആ സമയത്ത് എത്തണം, പിന്നിൽ നിസ്കരിക്കണമെങ്കിൽ തിരക്കൂട്ടാതെ അവിടെ ഒന്ന് ഇരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുമാത്രം പ്രാധാന്യത്തോടെയാണ് അതിനെ പറഞ്ഞത്. യുദ്ധത്തിനു വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു യോദ്ധാവിൻ്റെ റബാത്ത് എന്ന് പറയുന്ന ഒരു സവിശേഷമായ നാമമാണ്, വിശേഷണമാണ് ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുന്ന ഒരാളിനെ കുറിച്ച് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത്. ഫദാലിക ഹുവ റബാത്ത് എന്ന് അള്ളാഹുവിന്റെ റസൂല് ഒരിക്കൽ വിശേഷിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നിസ്കാര ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന് പറഞ്ഞിട്ട് തസ്ബീഹ്, തഹ്ലീൽ, തഹ്മീദ്, തക്ബീർ, ആ തക്ബീർ 33 വട്ടം പറയണതിന് പകരം അവസാനം അത് 34 വട്ടം പറഞ്ഞിട്ട് 100 തേച്ചാൽ അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ അത് മതി. കടലിലെ നുരയും പതയും കണക്കെ പെരുത്തതാണെങ്കിലും പടച്ച റബ്ബ് പൊത്തു കൊടുക്കും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ചെയ്യുന്നവർ കുറവാണ്, വലിയ പ്രതിഫലാണ്, പക്ഷെ ചെയ്യുന്നവരോ കുറവാണ്. സ്വഹാബികൾക്ക് അത്ഭുതം, അല്ലാഹുവിന്റെ റസൂൽ അതെന്തേ അങ്ങനെ ചെയ്യുന്നവർ കുറവാണെന്ന് പറഞ്ഞത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാള് ഇങ്ങനെ ഇത് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അവനൊരു അത്യാവശ്യം ഇങ്ങനെ തോന്നുന്നത്. ഒന്നുമില്ലെങ്കിൽ അവൻ്റെ ആ മൊബൈലിഞ്ഞ് സൈലന്റ് ആണെങ്കിൽ പോലും അതിൻ്റെ സ്ക്രീന് കാണത്തക്ക രൂപത്തിലാണ് ഓനത് വെച്ചിട്ടുള്ളത്. അവിടെ ബെല്ലടിക്കുന്നുണ്ട്, അവിടെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓന് ധൃതിയായി, ഓ അതെടുത്തിട്ടൊരു പോക്ക. കാര്യമായിട്ടൊന്നും ഉണ്ടാവൂല. പക്ഷെ എന്നാലും ഇബ്ലീസ് പറഞ്ഞു, ഇപ്പയ്യായി ചെയ്യാൻ നിൽക്കല്ലേ, ഇങ്ങോട്ട് വാ. ആലോചിച്ച് നോക്കുങ്ങള്, ഓനെ ആ സ്വർഗം കിട്ടുന്ന പണിയിൽ നിന്ന് ഇബ്ലീസ് ഓനെ പിന്തിരിപ്പിക്കുക. ഓരോ പ്രവൃത്തി ഇങ്ങനെയാണ്. ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നുള്ളതാ. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഹദീസാ, യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ. നോമ്പ് കഴിയുമ്പോഴും നോമ്പ് കാലത്തെ പോലെ തന്നെ വിശ്വാസികൾ ഉണർന്നിരിക്കേണ്ട ഒരു സംഗതി, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കണം. കുറച്ചൊക്കെ ഇസ്ലാമുണ്ട്, കുറച്ചൊക്കെ പഠിച്ചോൻ പറഞ്ഞ പോലെയുണ്ട്, അധികവും ഇബ്ലീസ് പറയും പോലെയാണ് എന്ന് വരരുത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളോടാണ് അള്ളാഹു പറയുന്നത്, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. നിങ്ങൾ ഈ സിൽമ്, സമാധാനത്തിന്റെ പാതയിൽ അഥവാ ഇസ്ലാമിൽ നിങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ പ്രവേശിക്കണം. എന്ന് പറഞ്ഞാൽ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റരുത്. നിങ്ങളുടെ കൽബുകളിൽ ദുർബോധനം നടത്തുന്നത് ആ പിശാചാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദുസ്വാധീനം ചെലുത്തുന്നത് ആ പിശാചാണ്. നന്മയിൽ നിന്നും തിന്മയിലേക്ക് നിങ്ങളെ തെറ്റിക്കുന്നത് ആ പിശാചാണ്. അപ്പൊ ആ പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിശ്ചയമായും ആ പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ആ ശത്രുവാണ് ഇന്നമായ ഉമുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശ, തിന്മ ചെയ്യാൻ, വൃത്തികേടുകൾ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ആ പിശാചാണ്. ആ പിശാചി തന്നെയാണ് പിശുക്ക് നിങ്ങളുടെ കൽബിലേക്ക് ഇട്ടുതരുന്നത്. കൊടുത്താ കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞത് പിശാചാ, കൊടുത്താ കൂടുന്ന് പറഞ്ഞതോ ഉലൈക ഹുമുൽ മുദ്അഫൂൻ എന്ന് പറഞ്ഞത് ആരാ? അത് പഠിച്ചോനാ. ആര് പറഞ്ഞതാ നമ്മൾ കേൾക്കുക? കൊടുക്കാനാണോ മനസ്സ് പ്രേരിപ്പിക്കുന്നത്, കൊടുക്കാതിരിക്കാനാണോ? നമ്മളൊന്ന് ചിന്തിക്കണം. നോമ്പ് കഴിഞ്ഞു, കൊതിയൊക്കെ നിന്നു, കാരുണ്യത്തിന്റെ കവാടങ്ങളും നന്മയുടെ നാമ്പുകളും ഓരോന്നോരോന്ന് കൊട്ടിയടച്ചു. അതുണ്ടാകാൻ പാടില്ല. പാവങ്ങളുടെ നേരെ നമ്മൾ കണ്ണു വായിച്ചിരുന്നു,
എന്റെ അയൽവാസിക്ക് എന്നെക്കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ആ അയൽവാസിയോട് പരമാവധി നല്ല നിലയിൽ വർത്തിച്ചിരുന്നു നമ്മൾ. അവൻ മുസ്ലിമാകട്ടെ അല്ലാതെയാകട്ടെ. ഇവിടെ എന്തുമാത്രം വലിയ കോടാനക്കോടി രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങളാണ് മുസ്ലിമീങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് നടന്നത്. ആ പ്രയാസപ്പെടുന്നവന്റെ കണ്ണീരൊപ്പാൻ, അവന് ഒരു സഹായിയായി മാറാൻ, അവന് താങ്ങും തണലുമായി മാറാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു. നോമ്പ് തുറക്കുമ്പോൾ വിഭവങ്ങൾ നൽകാൻ ആളുകൾ മത്സരിക്കുകയായിരുന്നു. ആ ആളുകൾ നോമ്പ് തുറക്കുന്നത് ഞാൻ നൽകുന്ന ഭക്ഷണം കൊണ്ടാകണം, അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഞാൻ നൽകിയ വിഭവമുണ്ടാകണം. നമ്മളൊക്കെ മത്സരിച്ചു അതില്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ നന്മയുടെ കവാടങ്ങൾ നമ്മൾ ഒരിക്കലും കൊട്ടിയടക്കാൻ പാടില്ല. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാനമായ സംഗതി. ശുദ്ധ ഖുർആനില് അറബികളുടെ ഇടയിൽ ജാഹിലിയ കാലം മുതലേ പറഞ്ഞു കേട്ട ഒരു സ്ത്രീയുടെ കഥ പറയുന്നുണ്ട്. വലാ തകൂനു കല്ലത്തി നഖലത്ത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ഒരിക്കലും നിങ്ങൾ ഒരു സ്ത്രീയെ പോലെയാകരുത്. അതിൽ ചില മുഫസ്സിറുകൾ ആ സ്ത്രീയുടെ പേര് പറഞ്ഞത് റൈത്ത എന്നാണ്. റൈത്തത്ത്. എന്താ സ്ത്രീയുടെ പ്രത്യേകത എന്നറിയോ? അവര് നേരം വെളുത്ത് വൈകുന്നേരം വരെ നൂല് നിൽക്കും. എന്നിട്ട് ശക്തമായി പരുത്തി പിരിച്ച് അത് നൂലാക്കി മാറ്റി ശക്തമായ ഒരു കയറുപോലെ ആ നൂല് നൂറ്റിട്ട് അവസാനം വൈകുന്നേര സമയമാകുമ്പോൾ ആ പിരിച്ച നൂല് ഉണ്ടല്ലോ അതൊക്കെ പിരി അയക്കാൻ തുടങ്ങും. നമുക്ക് കൂടുതൽ മനസ്സിലാകാൻ നല്ലത് പുരാണവുമായി ബന്ധപ്പെട്ട നമ്മുടെ നാറാണത്ത് ഭ്രാന്തന്റെ കഥയാണ്. നാറാണത്ത് ഭ്രാന്തൻ രാവിലെ മുതലേ പാറക്കല്ല് ഉരുട്ടിക്കയറ്റും. അവസാനം വൈകുന്നേരമായി അങ്ങാടിയിൽ താഴ്വരയിൽ ആളുകളൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ആ ഉരുട്ടിക്കയറ്റിയ ആ പാറക്കല്ല് തിരിച്ചിങ്ങോട്ട് തന്നെ ഉരുട്ടും. അതങ്ങനെ ഉരുണ്ട് 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 താഴെത്തുമ്പോൾ അയാൾ കൈ കൊട്ടി ചിരിക്കും. എന്തേ നാരായണത്ത് ഭ്രാന്ത് അങ്ങനെ ചെയ്തു? അത് ഭ്രാന്ത് തന്നെ ആയിരുന്നോ? അല്ല നമ്മളെ ചില ആൾക്കാർ പറഞ്ഞ മാതിരി ജദബിന്റെ ആലോണ്ട് ചെയ്തതാണോ? മൂപ്പരെ സൂഫിയാക്കളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുമോ ഇല്ലെന്നൊക്കെ ഉള്ള ചർച്ച ഇനി വേറെ നടന്നോട്ടെ. എന്തായിരുന്നാലും നമുക്ക് നേർക്കുനേരെ നോക്കിയാൽ അതൊരു ഭ്രാന്ത. അങ്ങനെ ആകരുത് നിങ്ങൾ. എത്ര പണിപ്പെട്ട നല്ല നല്ല ഗുണങ്ങൾ ഓരോരുത്തരും സ്വാംശീകരിച്ചത്, സ്വായത്തമാക്കിയത്. പിന്നെ എങ്ങനെയാണ് ആ എല്ലാ നല്ല ഗുണങ്ങളും റമളാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചില്ലാതാവുക? അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നോമ്പുകാലത്ത് ശീലിച്ച എല്ലാ സൽഗുണങ്ങളും സൽ സ്വഭാവങ്ങളും ജീവിതത്തിൽ തുടർന്നും പകർത്തുവാനും നിലനിർത്തുവാനും ആവശ്യമായ ഈമാനും തഖ്വയും അതിനുള്ള അവസരവും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് തഖ്വയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹം വീണ്ടും ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് എത്തപ്പെട്ടിരിക്കുന്നത്. നേരത്തെ പൗരത്വ അവകാശവുമായി അതുപോലെ തന്നെ ഏക സിവിൽ കോഡുമായി
മുത്തലാഖുമായി അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളിൽ മുസ്ലിം സമൂഹത്തെ അങ്ങേയറ്റം വേദനിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന നിയമ നിർമ്മാണങ്ങൾ കൊണ്ടുവരാൻ ചില സ്റ്റേറ്റുകളിലൊക്കെ അത് കൊണ്ടുവന്നു കഴിഞ്ഞു. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും അതുപോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലുമൊക്കെ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർലമെന്റിലും അതുപോലെ തന്നെ രാജ്യസഭയിലുമൊക്കെ നടക്കുകയാണ്. ബാബരി പള്ളി യഥാർത്ഥത്തിൽ ഒരു പള്ളി മാത്രമേ ഉള്ളൂ. അതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ ഇപ്പോൾ ഈ 2025 വഖഫ് ബില്ലിലെ ഈ അമെൻമെന്റ് വരുത്തുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിനകത്തുള്ള മുഴുവൻ പള്ളികളെയും വഖഫ് സ്വത്തുക്കളെയും ബാധിക്കുന്ന വളരെ ഗുരുതരമായ ചില നിയമങ്ങളാണ് അതുവഴി വരാനിരിക്കുന്നത്. പാർലമെന്റിലും രാജ്യസഭയിലും അതൊരു പക്ഷേ പാസ്സായി എന്ന് വന്നേക്കാം. പക്ഷെ അതിവിടെ നടപ്പിലാകാൻ പാടില്ല. കാരണം മുസ്ലിം ഉമ്മത്തിൻ്റെ ഐഡന്റിറ്റിയെ, നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന അതിമാരകമായ അപകടകരമായ നിയമങ്ങളാണ് ആ അമെൻമെന്റിൽ വരുത്തുന്നത്. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വഖഫ് ഭൂമിയെക്കുറിച്ച് ഏതെങ്കിലും ഒരാൾ തർക്കം ഉന്നയിച്ചാൽ, ഒരു വ്യക്തിയോ ഒരു സംഘമോ തർക്കം ഉന്നയിച്ചാൽ, സർക്കാർ നിശ്ചയിക്കുന്ന അതോറിറ്റി അതിൽ തീർപ്പ് കൽപ്പിക്കണം. നമുക്കറിയാം, ഇവിടെ സർക്കാർ എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് മുസ്ലിം വിരുദ്ധമാകുന്നത്. ഒരു വിഭാഗത്തിൻ്റെ ആഘോഷം നടന്നു പോകുന്ന ഭാഗത്തെ പള്ളികളൊക്കെ ടാർപ്പായ കൊണ്ട് മൂടിക്കെട്ടണം, അവിടുന്ന് ബാങ്ക് വിളി ഉയരാൻ പാടില്ല എന്നും അന്നത്തെ നിസ്കാരം പെരേന്ന് നിസ്കരിച്ചാൽ മതി എന്നും പറയുന്ന സർക്കാരിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു തർക്ക വിഷയം എത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? ആദ്യം പോലെ അത് വേലി കെട്ടിയിട്ട് അത് തർക്കഭൂമിയാണ്, അവിടെ കട്ടേറി അവിടുത്തെ ആരാധനകൾ നിർത്തും. പിന്നെ ചിലപ്പോൾ അവരെ സൗകര്യത്തിനനുസരിച്ച് ആൾക്കാർ ഇതൊക്കെ മറന്ന് പലതരത്തിലുള്ള കയ്യേറ്റങ്ങൾക്കും അവസരം ഒരുക്കിയിട്ട് അവസാനം ഒരു തീർപ്പ് കൽപ്പിക്കും. അപ്പം ചിലപ്പോൾ പൗതിയാവും, കുരങ്ങൻ അപ്പം ഓരിച്ച മാതിരിയാകും, അതല്ലെങ്കിൽ ബാബരി പള്ളി ഓരിച്ച മാതിരിയാവും. ആലോചിച്ച് നോക്കണങ്ങൾ. ഇവിടെ പല കോളേജുകളല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല, വലിയ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികൾ വരെ വഖഫ് സ്വത്തിൻ്റെ ഫലത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പേരുകേട്ട അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അങ്ങനെയാണ്, ഹംദർദ് യൂണിവേഴ്സിറ്റി അങ്ങനെയാണ്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് പല യൂണിവേഴ്സിറ്റികളുമുണ്ട്. ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന ഓട്ടോണമസ് ബോഡി നിയന്ത്രിക്കുന്ന ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാലയം എന്ന് അവകാശപ്പെടാൻ പറ്റിയ ഫറൂഖ് കോളേജ് വരെ വഖഫിന്റെ സ്വത്ത് ആ ഭൂമിയിലാണ് അത് നിൽക്കുന്നത്. ആർക്കും അതിനെതിരെ ഒരു തർക്കം ഉന്നയിച്ചാൽ മതി. ഇപ്പോൾ മുനമ്പം പ്രശ്നവും അങ്ങനെയൊക്കെ തന്നെ ചില്ലറ പ്രശ്നങ്ങളുള്ള സംഗതിയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, നോമ്പിലൂടെ നമ്മൾ നേടിയെടുത്ത ആ ജിഹാദി ആവേശം ഉണ്ടല്ലോ, ചോർന്നു പോകരുത്. ജീവിതത്തിൽ ഒരിക്കലും വലിയ വെല്ലുവിളികളാണ് നേരിടാൻ പോകുന്നത്. ഇവിടെ CAA നിയമം പാസാക്കാൻ ഒരുങ്ങിയപ്പോൾ ഈ രാജ്യത്തെ പടുത്തുയർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മുസ്ലിം ഉമ്മത്തിൻ്റെ നാമാവശേഷം തന്നെ വരുത്താൻ കൊതിച്ച ഒരു വിഭാഗത്തിനെതിരെ ശക്തമായ സമരങ്ങളുണ്ടായി. അതോടുകൂടി ആ ക്ഷുദ്രതയും അതുപോലെ തന്നെ വംശീയതയും അതിക്രമങ്ങളും ഇഷ്ടപ്പെടുന്ന ഭരണകൂട ഭീകരത തൽക്കാലത്തേക്ക് അതെല്ലാം ഒതുക്കി വെക്കേണ്ടി വന്നു. അതിനേക്കാൾ വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതിനെതിരെ ഈ രാജ്യത്തെ ജനാധിപത്യ
ശക്തികളുമായി ഒന്നിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി, അത് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല, ചില ലോഹയിട്ട അവിവേകികളായ ചില ആളുകളൊക്കെ ഒപ്പം കൂടികളായി രംഗത്ത് വരുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇത് അവരെയും കൂടെ ബാധിക്കുന്നതാണ്, എല്ലാവരെയും ബാധിക്കുന്നതാണ്. ഇതൊക്കെ ഓരോ ടെസ്റ്റ് ഡോസാണ്. എപ്പോഴും ഇത് ടെസ്റ്റ് ചെയ്യാൻ നല്ലത് മുസ്ലിമീങ്ങളിലാണ്, എന്നാലേ അതിൻ്റെ വീര്യം എങ്ങനെയുണ്ട് എന്ന് അറിയുള്ളൂ. അത് കാണിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. മുസ്ലിം എന്ന് പറഞ്ഞ് വെറുതെ നിന്നിട്ട് കാര്യമില്ല എന്നർത്ഥം. നമ്മൾ ഈ ജനാധിപത്യ ഇന്ത്യയുടെ ആ ജനാധിപത്യ സ്വഭാവം മുറുകെ പിടിച്ചുകൊണ്ട് അതോടൊപ്പം നിയമപരമായ പോരാട്ടങ്ങൾക്ക് ഒരുങ്ങിക്കൊണ്ട് ഇത്തരം ഹീനമായ പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മൾ ശബ്ദിക്കേണ്ടതുണ്ട്, ഒന്നിക്കേണ്ടതുണ്ട്. അത് മുസ്ലിം ഐഡന്റിറ്റിയെ തന്നെ ബാധിക്കുന്നതാണ്. പ്രസിദ്ധ ചരിത്രകാരൻ മാർഷൽ ഫോഴ്സൺ ഇതിനെപ്പറ്റി പറഞ്ഞത്, വഖഫ് സ്വത്തിനെപ്പറ്റി അദ്ദേഹം വിലയിരുത്തിയത് ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ഒരു മെറ്റീരിയൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഗതിയാണ് യഥാർത്ഥത്തിൽ വഖഫ് സ്വത്ത്. അത് ഖുർആനും സുന്നത്തും സ്ഥിരപ്പെടുത്തിയ കാര്യമാണ്. മദീനപ്പള്ളിയുടെ തൊട്ട് സമീപത്തുള്ള ബൈറുഹ എന്ന പ്രസിദ്ധമായ തോട്ടം അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്യുകയാണ് ഉണ്ടായത്. ബിഅ്റു റൂമ, കുറച്ച് നേരത്തെ മദീന സന്ദർശിക്കുന്ന ആളുകൾക്കൊക്കെ നേർക്കുനേരെ ഈ ബിഅ്റു ഉസ്മാൻ കാണാമായിരുന്നു. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തതാണ്. വളരെ ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് പ്രതിഫലാർഹമായ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീക്കിവെക്കുന്ന ധനമാണ് യഥാർത്ഥത്തിൽ വഖഫ്. അത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് കൈകാര്യം ചെയ്യാൻ പാടില്ല, അവർക്ക് വിട്ടുകൊടുക്കാനും പാടില്ല. എന്നാൽ ഇന്ത്യ രാജ്യത്ത് കോടാനക്കോടി രൂപയുടെ സ്വത്തുക്കൾ ഇന്ന് ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ട്. 300-500 കൊല്ലം ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണാധികാരികൾ അവർ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, മുസ്ലിമീങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് സ്വത്തുക്കൾ വിശിഷ്യ ഡൽഹിയിലൊക്കെ വഖഫ് ചെയ്തിട്ടുണ്ട്. ആ വഖഫ് ഭൂമിയിലൊക്കെ കണ്ണുവെച്ചിട്ട് മുസ്ലിമീങ്ങളുടെ മൊത്തത്തിലുള്ള വളർച്ചയും ഐഡന്റിറ്റിയും തകർക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇപ്പോൾ ഇത്തരത്തിൽ ജനാധിപത്യ പ്രക്രിയയെ തന്നെ ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുതിരുന്നത്. അതിനെതിരെ ശക്തമായി നമ്മൾ ഉണരണം, വിഷയം നമ്മൾ പഠിക്കണം. ഇനി നമ്മൾക്ക് ഒരുപക്ഷെ പോരാടേണ്ടി വരിക തെരുവിലായിരിക്കും. ഈ ജനാധിപത്യ പ്രക്രിയയുടെ സംരക്ഷണത്തിനു വേണ്ടി, ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി നമ്മൾക്ക് ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിൻ്റെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുവാനുള്ള അവകാശവും തൻ്റെടവും ശക്തിയും ഈമാനും തഖ്വയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ആരാധന നിമഗ്നരായിരുന്നു കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നോമ്പും നമ്മളുടെ നമസ്കാരവും നമ്മളുടെ സ്വതക്കയും നമ്മളുടെ സകാത്തും നമ്മളുടെ ഖുർആൻ പാരായണവും പ്രാർത്ഥനയും മറ്റേതേത് നന്മകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും എല്ലാ നല്ല ആരാധനകളും സ്വീകരിച്ച സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും അല്ലാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ അവരെയും നമ്മയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് യാ മുജീബ ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വ ലി ഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.
വറഹംനാ ബിഅൻവാഇ റഹ്മതിക് യാ അർഹമർ റഹീമീൻ.